അയ്യോ സാറേ സാറേ എന്താ സാറേ എന്തു പറ്റി സാറേ എനിക്ക് സാറേ സാറെന്തിനാ ഇവിടെ വന്ന് കിടന്നേ റിച്ചാർഡ് സാർ ഇപ്പോൾ പോയതേ ഉള്ളൂ എന്തു പറ്റി സാറേ പവിത്രമാണോ അവിടെ ഇല്ല അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് ഇപ്പൊ ആശുപത്രിയുടെ അടുത്താ താമസം സാറിനെ ഇവിടെ കാണുമോ ഓ എന്തൊരു കോലവാ വരൂ മാഡം ഇരിക്കെ പവിത്ര ഇരിക്കെ മാഡത്തിന് എന്താ കുടിക്കാൻ വേണ്ടേ അതൊന്നും വേണ്ട ഇരിക്കെ ഇപ്പോ എത്ര മാസം 9 ശരിക്കും റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് എനി ടൈം ബർത്തിന് സാധ്യത വളരെ കൂടുതലാണ് റിച്ചാർഡ് എന്നെ കാണാൻ വന്നിരുന്നു അയാൾക്ക് പവിത്രയ്ക്കൊപ്പം ജീവിക്കണമെന്നാണ് ആഗ്രഹം എനിക്ക് പറ്റില്ല ഡോക്ടർ പറ്റില്ല എന്ന് പെട്ടെന്ന് പറയാം ഒന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിച്ചൂടെ അനാഥയാണെങ്കിലും ആരെയും കളിപ്പിക്കുവാനും ചതിക്കുവാനും ഒന്നും എനിക്കറിയില്ല ഒരു മോഹങ്ങളും ഇല്ലായിരുന്നു പക്ഷേ സ്വന്തം തീരുമാനങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാണ് ഒന്നും എഴുതാത്ത പുസ്തകം പോലെയാ ഓരോരുത്തരുടെയും ജനനം ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന പേരൻസിൽ നിന്നും മറ്റ് റിലേറ്റീവ്സിൽ നിന്നുമൊക്കെ ഒരു കുട്ടി ജീവിതം പഠിക്കുന്നു ആ കുട്ടിയുടെ ലോകമാണ് അതിൻ്റെ വീട് എല്ലാമാണ് പേരൻസ് ആ ഒരു അവകാശം അവനിൽ നിഷേധിക്കപ്പെടുമ്പോൾ ഒരു ലോകം തന്നെ സൃഷ്ടിക്കും റിച്ചാർഡിൻ്റെ കാര്യം അതുതന്നെയാ ഒറ്റപ്പെട്ട ബാല്യം അവഗണിക്കപ്പെട്ട വ്യക്തിത്വം പക്ഷേ കിരൺ അവർ തമ്മിലുള്ള ബന്ധം അങ്ങനൊരു ജീവിതം അയാൾ ഒരിക്കലും ആഗ്രഹിച്ചതല്ല സാഹചര്യങ്ങൾ കൊണ്ട് എത്തിച്ചതാണ് അവർക്കിടയിൽ ഒരു കുട്ടിക്ക് വേണ്ടി എന്നെ കൊണ്ടുവന്നേ യെസ് ഐ നോ ഇന്ന് ഏറ്റവും കൂടുതൽ റിച്ചാർഡ് ഭയപ്പെടുന്നത് ആ കുട്ടിയാണ് ആ കുട്ടി ഉണ്ടായാൽ പവിത്രയെ നഷ്ടപ്പെടുമെന്ന് പേടിച്ചാണ് അന്ന് അബോഷന് വേണ്ടി നിർബന്ധിച്ചത് പോലും പലപ്പോഴായി അയാൾ കട്ടിലിൽ വെച്ച് മറന്നതാണ് പിന്നീടാണ് ഞാൻ അറിയുന്നത് മനസ്സുകൊണ്ടല്ല എന്നോടൊപ്പം നിൽക്കുന്നതെന്ന് ശരിയാണ് അതുവരെ റിച്ചാർഡ് അനുഭവിച്ച ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു പവിത്രയ്ക്കൊപ്പമുള്ള നിമിഷങ്ങൾ അതിനിവയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം ഇതൊരു മാനസികാവസ്ഥയാണ് ചികിത്സിക്കേണ്ടത് മനസ്സുകൊണ്ടാണ് റിച്ചാർഡിന് വേണ്ടതും പവിത്രയുടെ മനസ്സാ അതിനുവേണ്ടിയാ അയാൾ എന്നെ കാണാൻ വന്നതും തെറ്റുകൾ ചെയ്യാത്തവരായ ആരും തന്നെയില്ല തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വരുന്നവരെ ഒഴിവാക്കരുത് ഒന്ന് മനസ്സ് വെച്ചാൽ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഭർത്താവിനെയും ജനിക്കാൻ പോകുന്ന നിങ്ങളുടെ കുഞ്ഞിന് അച്ഛനെയാണ് കിട്ടുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറെ വിളിച്ചോളൂ ഫേമസ് OUS ഓക്കെ എഴുതിക്കോ ആരാ Who are you? നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ തന്നെ കിരൺ മോൾ അകത്ത് ചെന്നിരുന്ന് പഠിക്കാൻ ഞാൻ അങ്കിളുമായി സംസാരിച്ചിട്ട് വരാം ചെല കിരൺ കിരൺ ഹാവ് എ സീറ്റ് പ്ലീസ് കുടിക്കാൻ എന്താ വേണ്ടേ ചായ കോഫി മീര 2 ചായ കിരൺ ഹാവ് എ സീറ്റ് പ്ലീസ് ഇരിക്കൂ കമോൺ
നിങ്ങളെന്തിനാ അവളെ പോയി കണ്ടേ? ആരെ? പവിത്രേ. ഓ, റിച്ചാർഡിൻ്റെ വൈഫ്. ഐ എം എ ഡോക്ടർ. എനിക്ക് പലരെയും കാണേണ്ടി വരും. സോ വൈ ഷുഡ് ഐ ടെൽ യു? അവളാ അവൻ എന്നിൽ നിന്ന് അകറ്റിയത്. ഹീസ് മൈൻ. അതെങ്ങനെ ശരിയാവും? ഒരു ഭാര്യയുടെ അവകാശമല്ലേ അവളുടെ പുരുഷൻ. അയാളെങ്ങനെ നിങ്ങളുടേതാവും? അവൻ അങ്ങനെയൊന്നും ആഗ്രഹമില്ല, എനിക്കറിയാം. ഞാൻ നിർബന്ധിച്ചിട്ട് അവൻ വിവാഹം കഴിച്ചത്. അവളാ അവൻ അതും പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് അയച്ചത്. അതെന്തോ ആവട്ടെ, നാം മനുഷ്യരാണെങ്കിലും സ്ത്രീയെയും പുരുഷനെയും രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിൽ പോലും വ്യത്യസ്തമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീക്കും പുരുഷനും മാത്രമേ ഒന്നാവാൻ പറ്റൂ, ഒരു കുടുംബം ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ അച്ഛനും മകളുമോ, അമ്മയും മകനുമോ? ഹൂ ഹാസ് ഡിഫറൻഷിയേറ്റഡ് ദം? നേച്ചറിൽ വേറെ ഒരു ജീവിക്കും ഇങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇല്ലല്ലോ. Are you mocking me? Oh, no. I'm not mocking you. ഒരു ഇന്ത്യക്കാരന്, ഒരു ആഫ്രിക്കക്കാരനിലോ ഒരു അമേരിക്കക്കാരനിലോ ആരോഗ്യമുള്ള കുട്ടികളെ സൃഷ്ടിക്കാം. ബട്ട് ഒരമ്മയിൽ മകനുണ്ടാവുന്ന അല്ലെങ്കിൽ മകളിൽ അച്ഛനുണ്ടാവുന്ന കുട്ടിക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ശാസ്ത്രം. ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നുണ്ടല്ലോ, 7 തലമുറയ്ക്കപ്പുറമേ വിവാഹബന്ധം പാടുള്ളൂ എന്ന്. പ്രകൃതിയുടെ നിയമമനുസരിച്ച് പുരുഷൻ തേടുന്നത് ആരോഗ്യമുള്ള സ്ത്രീയെയാണ്. പറയാറില്ലേ സുന്ദരിയെന്ന്? നല്ല മാറിടം, ഒതുങ്ങിയ അരക്കെട്ട്, വെളുത്ത ശരീരം. അവൻ്റെ ചിന്തയനുസരിച്ച് ഒരുപാട് കുട്ടികൾക്ക് ജനനം കൊടുക്കാം. പക്ഷെ സ്ത്രീ ചിന്തിക്കുന്നത് സാമൂഹികമായാണ്. സൗന്ദര്യത്തെക്കാൾ അവൾ തേടുന്നത് തനിക്കുണ്ടാവുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റുന്ന വിശ്വാസമുള്ള പുരുഷനെയാണ്. അതുമൂലം നല്ല സമൂഹം, നല്ല തലമുറയുണ്ടാവും. വാട്ട് അബൌട്ട് യു? കിരണും റിച്ചാർഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പ്രകൃതിക്ക് എന്താണ് മെച്ചം? സ്വന്തം സൈഡ് ന്യായീകരിക്കാൻ ഒരു ഗേ കാണുന്ന ന്യായങ്ങളല്ലേ ഇത്? What do you mean gay? രണ്ടാണുങ്ങൾക്ക് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. They can drink together, travel together, ഒരുമിച്ച് വ്യഭിചരിക്കാം. പക്ഷെ ഒരുമിച്ച് താമസിക്കാമെന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ ഗേ. എന്തിനാ ഡോക്ടർ നിങ്ങളെപ്പോലെ നോർമൽ എന്ന് പറയുന്ന ആൾക്കാർ ഗേ എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്നത്? ലോകത്തെ ഏത് സൈക്കോളജിയോ ബയോളജിയിലോ പറഞ്ഞിരിക്കുന്നത് ഒരാളുടെ സുഖം മറ്റൊരാൾ പറഞ്ഞ മാതിരിയായിരിക്കണമെന്ന്? സ്നേഹിക്കുക മാത്രമല്ലേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവർക്ക് ഞങ്ങൾ അബ്നോർമലൊക്കെ ആയിരിക്കാം. പക്ഷെ പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒഴിവാക്കപ്പെടുന്ന ഒരു കുട്ടിക്കാലമുണ്ട്. അവിടെ പോയി തിരുത്തൂ. സമൂഹത്തിൽ പലതും തടയാം. ഒഴിവാക്കപ്പെടുന്ന കുട്ടിക്കാലം, പവിത്രയിൽ ഉണ്ടാകാൻ പോകുന്ന കുട്ടിയുടെ അവകാശത്തെയാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കുട്ടിക്കാലം, മാതൃത്വം, അതിന് പകരം വീട്ടേണ്ടത് മറ്റൊരു ജീവിതം വെച്ചല്ല. അവളാണ് ഇതിനൊക്കെ കാരണം. കൊണ്ടുവന്ന പോലെ ഒഴിവാക്കാനും എനിക്കറിയാം. കിരൺ, പവിത്രയല്ല റിച്ചാർഡിനെ മാറ്റാൻ ശ്രമിച്ചത്. എന്നെ കാണാൻ വന്നതും അയാൾക്ക് പവിത്രയോടൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. No, I will not believe that. അവനങ്ങനെ ചെയ്യില്ല. എനിക്കറിയാം. എനിക്കവനെ അറിയാം. അവളാ അവനെ മാറ്റിയെടുത്തത്. റിച്ചാർഡിന് ഇപ്പൊ കിരണിനോടുള്ളത് സ്നേഹമല്ല, പേടിയാണ്. അയാളുടെ ജീവിതം തകർക്കുമോ എന്ന പേടി. No. അയാൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവിച്ചോട്ടെ, പവിത്രയ്ക്കും കുട്ടിക്കുമൊപ്പം. കിരണിന് നോർമലായി ചിന്തിക്കാൻ പറ്റും, ഒന്ന് മനസ്സ് വെച്ചാൽ. I'm normal. I'm absolutely normal. I don't need your help. I don't need anybody's help. എനിക്ക് ഞാൻ തീരുമാനിച്ച പോലെ ജീവിക്കണം. I'm all alone now. I want to live with him. All of you are trying to separate us. Please, leave us alone.